ഇരുന്നു. ആയില്ലേ? ആ ഉമ്മ. ആ ചായയും ഗ്ലാസ്സും ഒക്കെ അങ്ങോട്ട് എടുത്തു. ശരി ഉമ്മ. അവിടെ നല്ല ചൂടല്ലേ? നല്ല ചൂടാ. നാളെ ഒരു ബ്രോക്കറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണും കൂടെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല പോകണ്ട, പിന്നെ മതി. ഈ ഒന്ന് പോയോക്ക്. നാളെ തന്നെ കെട്ടാൻ പോകണമെന്നില്ലല്ലോ. അത് തന്നെ, നീ ഒന്ന് പോയി നോക്ക്. ഇപ്പൊ പെൺകുട്ടികളൊക്കെ കിട്ടാൻ വലിയ പാടാന്നേ. 3 മാസം കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. ആരും വന്നാ നോക്കാം. എന്താ എന്റെ വിചാരം? ഓണയുടെ തലവസം കെട്ടിട്ട് ഇയാളോട് പോവാനാ? ഓനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടല്ലേ, ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പം 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 ആരാണ് വിളിക്കുന്നത്? ആൾക്കാ ഫോൺ നിർത്തൂടെ? ആ റൂമിലുള്ള ആളാണ്. അസ്സലാമലൈക്കും. ഇജ്ജെവിടുക്കാൻ ആളെ തന്നെ സിനിമ കൂട്ടാനോ മറ്റൊരു തരം പോവാം. എന്നാ പോയിട്ട് ആവാം. എന്നാ പോട്ട് വാ. അണ്ണനെ ഒപ്പിക്കേണ്ട വർത്താനം സുഖമാണോ? ദുബൈലിന്റെ ആനന്ദപ്പാ. കുഴപ്പമില്ലാണോ? എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. കേട്ടില്ലെന്റെ ഉമ്മ ഉമ്മാക്ക് ഉമ്മ ഉമ്മ മാമ വന്നെങ്ങനെ? കാക്കയോ? ഞാനിപ്പോ വന്ന്. എന്താപ്പ എന്റെ മോനെ എനിക്ക് കൊടുത്തേ? ചായ എടുക്കട്ടെ? വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സ്വാമിക്ക് വേറെ പോരാ. എന്താ എന്റെ പൊരാലെ വിശ്വാസം? സുഖം, അങ്ങനെ പോണു. ചായ കൊടുത്ത്. ചായ വേണ്ട, എനിക്കിപ്പോ വേണ്ട. ചായ കുടിക്കണോ? ഞാൻ എവനൊന്ന് കണ്ടിട്ട് പോവാൻ സ്ഥിതി വന്ന. എനക്കറിയാം ഇജ്ജെന്നെ മറക്കൂല. അസ്സലാമലൈക്കും. ഞാനിപ്പോ വന്നേ. എന്തേ? അല്ല വെറുതെ ചോദിച്ചാ. എന്നാ ഞാൻ പോട്ടെ. ഒരുത്തൻ ഗൾഫിന്ന് വരുമ്പോഴത്തേന് അവിടെ ആരാ വന്ന് അവിടെ ആരാ പോണ്? ഇവന് വേറെ പണിയൊന്നുമില്ല. അവന്റെ ഒരു ചോദ്യം. നിങ്ങളങ്ങോട്ടേ പോണ്ട. ആർക്കൊന്ന് അങ്ങാടി വരെ പോരാ. എന്നാ പോയിട്ട് വരും. ആ ഹെൽമെറ്റ് ഇട്ട് തലയിൽ വെച്ചോ? അവിടെ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. അല്ല, നീ പിന്നെ എങ്ങോട്ടാ? ഞാൻ അങ്ങാടി വരണോ? വന്നാ പിന്നെ വീട്ടിൽ ഇരിക്കാൻ നേരെ ഇല്ല.
പിന്നെ ഓനെന്റെ മടിയിലിരിക്കണ പ്രായമല്ല ഇപ്പൊ. ഇക്കറിഞ്ഞോ? ഇല്ല, എന്തായി? അവൻ തന്നെയാണോ? ആളവൻ തന്നെ, സാധനം പോയി. കാസർഗോഡുള്ള ഓന്റെ റൂമിൽ ഒരുക്കുന്നുണ്ട്. ഓന്റെ കെയർ ഓഫിലാണ്. ഇതെന്താ പരിപാടി? ഇക്കറിഞ്ഞോ? എന്തായി എന്ന് പറയാം. അതാ ചെക്കൻ തന്നെയാ. സാധനം പോയി കാസർഗോഡ് ടീം. ആ ചെക്കൻ ഇങ്ങനെ അതിൽപ്പെട്ടതാണ്. ഓന്റെ റൂമിലെ ചെങ്ങായിന്റെ കെയർ ഓഫിലാ. എന്താ ചെയ്യണ്ടേ? എടുക്കണ്ടല്ലോ. എന്തുവാ എന്റെ അടുത്ത്? ടോണി, എല്ലാരും ഉണ്ടല്ലോ, എങ്ങോട്ടാ? ടോണി, ചെറിയൊരു പണി. നീ ഒന്ന് വാ, വയനാട്ടിൽ വരെ ഒന്ന് പോകണം. ഇക്ക ഞാൻ വരണോ? ഇവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നത്. ടോണി, അവനെ കൂടെ കൂട്ടിക്കോ. കുറെ കാലമായില്ലേ മേലും കൈയൊക്കെ അനങ്ങിയിട്ട്.
എന്നാ പിന്നെ പോയേക്കല്ലേ? നൗഫിയോടെ അകത്തുണ്ട്. മുബിയെ ഈ കുറച്ച് കുടിക്കാൻ കൊള്ളെടുത്ത അനക്ക് ഓതാനും വായിക്കാനൊന്നുമില്ലടേ. എന്നാ ചെല്ല്. ഇയേ അവിടെ നിൽക്ക്. എന്തപ്പാ നമ്മളെ നൗഫിക്കിന് എന്താ പറ്റിയത്? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്ന ഓൻ ആരൊക്കെയോ ഫോൺ വിളിച്ചു ഇങ്ങനെ. എന്താണ് അവന്റെ പ്രശ്നം? നമ്മൾക്ക് വന്നല്ലപ്പോ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അവർ വിളിക്കുന്നതായിരിക്കും. അല്ലാതെ ഉണ്ടാവാനാ വേറെ പ്രശ്നം ഉണ്ടാവില്ല. നൗഫിക്കിനൊന്ന് കാണാം. ഫോണങ്ങോട്ട് വിളിക്കും. നിങ്ങൾ കേറി ഇരിക്കേ. കേറിയിരിക്കേ. നൗഫിക്ക ഒന്ന് വാ. ആരാ വരെ വരെ അറിയില്ലപ്പോ. നൗഫിക്കിന് അതാ ഒരു കുട്ടിയോട് എന്താണ് പ്രശ്നം? എന്താ ഒന്നും അറിയില്ലല്ലോ. വാമോനെ നമുക്ക് പോയോക്കാം. പോയി നോക്കിയില്ലേ? നമുക്ക് പോയോക്കാം വാമോനെ. നമുക്ക് നോക്കാം. ചവിട്ടി കൂട്ടണം ആയില്ല. പോലീസുകാരുടെ മുമ്പിലൊക്കെ താഴ്ന്ന് വിളിക്കുമ്പോഴത്തേക്ക് വരാൻ ഒരൊറ്റ എണ്ണത്തിന് പറമ്പിൽ കാണാൻ പാടില്ല. കുത്തി പുറകിലെടുക്കും പാന്റെ കടവരുടെ മക്കളെ. എന്തിനാ എന്റെ മോനെ തല്ലിക്കൊല്ലുന്നത്? എന്താ ചെയ്ത് തെറ്റ് എന്തിനാ ഓരങ്ങനെ തല്ലുന്നത്? എന്താ പറയുക? ഓരെന്ത് തെറ്റാ ചെയ്തത്? ഞാനറിയാതെ അവരൊക്കെ പറഞ്ഞപ്പോ നാളെ 1-2 രൂപയുടെ മുതലല്ല, 1 കോടി രൂപയുടെ മുതലാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങൾ ചെറിയൊരു കച്ചവടക്കാരൻ ഇവരെ ഏൽപ്പിച്ച കുറച്ച് സാധനം ആദ്യം തന്നെ കൊണ്ട് തിരിഞ്ഞു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരും. എന്റെ മോനൊന്നും ചെയ്യരുത്. എന്റെ പോരെ സ്ഥലം വിട്ടിട്ടാണ് ശരി. നിങ്ങളെ കട നമ്മൾ കിട്ടും. നിന്റെ പേരേമ്പറൊന്നും വിൽക്കാൻ വേണ്ടില്ല, നിന്റെ ഓള വിറ്റാൻ വേണ്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്റെ മുതൽ കിട്ടില്ല. അല്ലെങ്കിൽ നിന്റെ മോനെ ജീവനോടെ കാണില്ല. വരടാ.